ഈ മോഹൻലാലിന് കേണൽ പദവി കിട്ടിയതേ 2-3 പടത്തിൽ കേണലായിട്ട് അഭിനയിച്ചപ്പോഴാ. അതുപോലെ നിനക്ക് വല്ല ആസ്ഥാന കള്ളപ്പദവി കിട്ടുമോടാ? മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട നടനാണ് കോട്ടയം പ്രദീപ്. ചെറിയ കഥാപാത്രങ്ങളാണ് കോട്ടയം പ്രദീപ് ചെയ്തിട്ടുള്ളതെങ്കിൽ കൂടിയും പ്രേക്ഷകരുടെ മനസ്സിൽ ശ്രദ്ധിക്കപ്പെടാൻ സാധിച്ചു എന്നതാണ് കോട്ടയം പ്രദീപിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്ന്. ന്യൂ ജനറേഷൻ സിനിമകളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു കോട്ടയം പ്രദീപ്. വളരെ അപ്രതീക്ഷിതമായാണ് കോട്ടയം പ്രദീപിന്റെ വിയോഗ വാർത്ത വരുന്നത്. അടുത്ത ഫെബ്രുവരിയിൽ കോട്ടയം പ്രദീപ് വിടവാങ്ങിയിട്ട് 2 വർഷം തികയുകയാണ്. അതേസമയം ഇങ്ങനെയൊരു അവസ്ഥ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയാണ് കോട്ടയം പ്രദീപിന്റെ ഭാര്യയും മകനും. ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ കോട്ടയം പ്രദീപിന്റെ വിയോഗം എങ്ങനെയായിരുന്നു എന്നതടക്കം വീട്ടുകാർ പങ്കുവച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊരു മരണം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് പ്രദീപിന്റെ ഭാര്യ പറയുന്നത്. ഒരു ദിവസം രാത്രിയിലാണ് ചെറിയൊരു നെഞ്ചുവേദന ഉണ്ടെന്ന് കോട്ടയം പ്രദീപ് പറഞ്ഞത്. അപ്പോഴും തങ്ങളത് കാര്യമാക്കിയില്ല എന്നും, കാരണം ഇടയ്ക്കിടെ ചെക്കപ്പ് ചെയ്യുകയും ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധയുള്ള ആളുമായിരുന്നു കോട്ടയം പ്രദീപ് എന്ന് ഭാര്യ പറയുന്നു. കൊളസ്ട്രോൾ കൂടിയിട്ടാണ് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് എങ്കിലും അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. ആരോഗ്യം സംരക്ഷിക്കാനായി കോട്ടയം പ്രദീപ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. ബിപിയും കൊളസ്ട്രോളും ഒക്കെ നോർമൽ ആയിക്കൊണ്ട് നടക്കുന്ന ആളാണ് പപ്പയെന്ന് മകനും പറയുന്നു. എല്ലാ കാര്യത്തിലും അലസതയില്ലാതെ ചെയ്യുന്ന ആളാണ്. പപ്പയെ കണ്ടു പഠിക്കാൻ താൻ മകനോട് പറയുമായിരുന്നുവെന്നും ഭാര്യ പറയുന്നുണ്ട്. അത്രയും ആക്റ്റീവ് ആയിരുന്നുവെന്നാണ് പ്രദീപിന്റെ ഭാര്യ പറയുന്നത്. ഒരു പനി പോലും വന്ന് കാണാത്തത് കൊണ്ട് ഇങ്ങനെയൊരു അസുഖം വരുമെന്ന് യാതൊരു ചിന്തയുമില്ലായിരുന്നുവെന്നും, മരിക്കുന്നതിന്റെ തലേ ദിവസം മകളുടെ വിവാഹത്തെക്കുറിച്ച് മകളോട് സംസാരിച്ചിരുന്നുവെന്നും ഭാര്യ പറയുന്നു. മോളുടെ കല്യാണത്തിനു വേണ്ടി സ്വർണമെല്ലാം വാങ്ങി ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ചെറുക്കനെ പോലും തീരുമാനിക്കുന്നതിന് മുൻപേ മകളോട് വിവാഹത്തിന്റെ തലേന്ന് സ്വർണം ധരിക്കേണ്ട എന്നും വിവാഹത്തിന്റെ അന്ന് മാത്രം മതി എന്നടക്കം പല കാര്യങ്ങളും കോട്ടയം പ്രദീപ് പറഞ്ഞിരുന്നു. അങ്ങനെ രാത്രി കിടന്നതിന് ശേഷം 3 മണി സമയത്താണ് കോട്ടയം പ്രദീപ് നെഞ്ചുവേദന ഉള്ളതായി പറയുന്നത്. പിറ്റേന്ന് ഡബ്ബിങ്ങിനായി പോകേണ്ടതാണ്. അതിനു മുൻപേ നെഞ്ചുവേദനയൊന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു പോയതാണ്. പപ്പയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. എന്നാൽ ഡോക്ടർമാർ വന്നിട്ട് നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ രംഗം ഇപ്പോഴും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല എന്നും കോട്ടയം പ്രദീപിന്റെ മകൻ പറയുന്നു. അതുവരെ ആശുപത്രിയിൽ പോലും കിടക്കാത്ത ആളാണ് ഇങ്ങനെ മരിച്ചു എന്ന് നമ്മൾ കേൾക്കുന്നത്. ആ ദിവസം ആലോചിക്കാൻ പോലും ഇന്ന് പറ്റില്ല. ഇപ്പോഴും അദ്ദേഹം വീട്ടിൽ തന്നെ ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസമെന്നും, എന്നാൽ പപ്പയുടെ ഉള്ളിൽ ഒരു പേടി പണ്ട് മുതലേ ഉണ്ടായിരുന്നതിനെ പറ്റിയും മകൻ സംസാരിക്കുന്നുണ്ട്. പപ്പയുടെ അച്ഛനും 60-ാം വയസ്സിൽ തന്നെയാണ് മരിക്കുന്നത്. അതിന്റെ ടെൻഷൻ പപ്പയ്ക്കുണ്ടായിരുന്നുവെന്നും, നമ്മൾ അതൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലായെങ്കിൽ കൂടിയും പപ്പയുടെ മനസ്സിൽ ആ ഒരു ഭയം ഉണ്ടായിരുന്നുവെന്നും, പപ്പ പോകുന്നതിന് മുൻപേ തന്നെ എല്ലാം ചെയ്തു വെച്ചിരുന്നുവെന്നും കോട്ടയം പ്രദീപിന്റെ മകൻ പറയുന്നുണ്ട്. പപ്പ പോയ ശേഷമാണ് നമ്മൾ ആ വലിയ വിടവ് അറിയുന്നത്. പുള്ളിയായിരുന്നു എല്ലാം ചെയ്യുന്നത്. ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നും, ഒരു കറണ്ട് ബിൽ പോലും മകനെ കൊണ്ട് അടപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നും ഭാര്യ പറയുന്നുണ്ട്. സംഭവ ദിവസം ECG എടുക്കാൻ പോകുമ്പോൾ പോലും ചിരിച്ചുകൊണ്ട് പോയ ആളാണ് ഇങ്ങനെ അങ്ങ് പോയതെന്ന് നടന്റെ ഭാര്യയും മകനും പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.